ദൈവത്തിന്റെ പരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സൂമിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലപ്പെട്ട നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. വീണ്ടും ഈ പട്ടണത്തിൽ ബൈബിൾ ക്ലാസുമായി നിങ്ങളുടെ മുമ്പിൽ സൂമിലായിരിക്കാൻ ദൈവം കൃപ ചെയ്തതോർത്ത് സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവവചനം കേൾക്കുക എന്നുള്ളത് ഒരു വലിയ ഭാഗ്യമാണ്. അത് നമുക്ക് വെളിപ്പാട് പുസ്തകത്തിൽ കാണുവാനായിട്ട് കഴിയുന്നുണ്ടല്ലോ. ഹല്ലേലൂയ. ആ ഭാഗ്യപദവി കർത്താവ് നമുക്ക് തരുന്നതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ദൈവവചനം കേൾക്കുമ്പോൾ രണ്ടിലധികം കാര്യങ്ങൾ നമുക്ക് തീർച്ചയാക്കുവാനായിട്ട് കഴിയും. ദൈവവചനം കേൾക്കുവാനായി നമ്മുടെ ഉള്ളത്തിൽ പരിശുദ്ധാത്മാവ് ക്രിയ ചെയ്തെങ്കിൽ മാത്രമേ ദൈവവചനം കേൾക്കുവാനുള്ളതായ താല്പര്യം വരികയുള്ളൂ. അപ്പൊ ദൈവാത്മാവ് നമ്മുടെ ഹൃദയത്തിലുണ്ട് എങ്കിൽ ദൈവത്തിന്റെ വചനം കേൾക്കുവാനുള്ളതായ താല്പര്യം നമുക്ക് ലഭിക്കാനായിട്ട് ഇടയാകും. പലപ്പോഴും ദൈവവചനം കേൾക്കുവാനുള്ളതായ താല്പര്യം മറ്റ് മനുഷ്യരിൽ കാണാത്തതിന്റെ കാരണം ദൈവാത്മാവിന്റെ പ്രസൻസ് അനുഭവിപ്പാൻ കഴിയാത്തത് കൊണ്ടാണ്. രണ്ട്, ദൈവത്തിന്റെ വചനം നാം കേൾക്കുമ്പോൾ സാധാരണ കഥ കേൾക്കുന്നതിന്റെ കൂട്ടല്ല. ദൈവവചനം കേൾക്കുമ്പോൾ അത് മനസ്സിലാക്കുവാൻ മാനുഷിക ബുദ്ധിയിൽ നമുക്ക് ഗ്രഹിപ്പാൻ അത് പ്രയാസമാണ്. ഗ്രഹിക്കാൻ കഴിയത്തില്ല എന്നല്ല, അതിൻ്റെ ആഴങ്ങൾ മനസ്സിലാകണമെങ്കിൽ, ആത്മീക വശങ്ങൾ നമുക്ക് മനസ്സിലാകണമെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് ദൈവിക ജ്ഞാനം ലഭിച്ചെങ്കിലേ പറ്റുകയുള്ളൂ. അപ്പൊ രണ്ടാമത് മനസ്സിലാക്കേണ്ട കാര്യം, ദൈവവചനം നമുക്ക് മനസ്സിലാകുന്നു എങ്കിൽ വി ആർ അണ്ടർ ഡിവൈൻ വിസ്ഡം, നമ്മള് ദൈവിക ജ്ഞാനത്തിന് കീഴ്പ്പെട്ടവരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, പ്രൈസ് ദി ലോർഡ്, ദൈവവചനം കേൾക്കുന്നവർ അവർ ന്യായവിധിയിൽ നിന്ന് ഒഴിവുള്ളവരായിത്തീരും. ദൈവവചനം കേട്ട് അതിനനുസരിച്ച് ജീവിക്കുന്നവർ ന്യായവിധിയിൽ നിന്ന് ഒഴിവുള്ളവരായിത്തീരുവാനിടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ദൈവത്തിന്റെ വചനം കേൾക്കുവാനുള്ളതായ അവസരം കർത്താവ് ഒരുക്കുന്നു. അത് മനസ്സിലാക്കുവാൻ കർത്താവ് നമുക്ക് ജ്ഞാനം തരുന്നു. അങ്ങനെ വരുവാനിരിക്കുന്നതായ ന്യായവിധിയിൽ നിന്ന് നമ്മെ കർത്താവ് ഒഴിവുള്ളവരാക്കി നിർത്തുന്നു എന്നുള്ളതായ ശ്രേഷ്ഠമേറിയ അനുഭവത്തിലേക്ക് പ്രൈസ് ദി ലോർഡ് ദൈവം നമ്മെ നടത്തുന്ന ആ വലിയ കൃപയെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ ക്ലാസ് നാട്ടിൽ വെച്ചെടുത്തത് കൊണ്ട് അത് സൗണ്ട് ക്ലിയർ അല്ലായിരുന്നു എന്ന് അറിയുവാനായിട്ടിടയായി. എങ്കിലും ആ വിഷയത്തെ കുറിച്ച് നമുക്ക് നേരത്തെ അറിവുള്ളതായതുകൊണ്ട് ഞാൻ ആ വിഷയം റിപ്പീറ്റ് ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. നാം എടുത്തുകൊണ്ടിരിക്കുന്നതായ ആ പ്രത്യേക ടോപ്പിക് എന്ന് പറയുന്നത് വേദപുസ്തകത്തിലെ ന്യായവിധികളെ കുറിച്ചാണല്ലോ. ആ ന്യായവിധിയിൽ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചത് മൂന്നാമത്തെ ദൈവിക ന്യായവിധി ആയിരുന്നു. ആ മൂന്നാമത്തെ ദൈവിക ന്യായവിധി ആ സ്ഥലം എവിടെയായിരുന്നു? കാൽവറിയിൽ നമുക്ക് ദൈവത്തിന്റെ ന്യായവിധിയെ കുറിച്ച് മനസ്സിലാക്കുവാനായിട്ടിടയായിട്ട് തീർന്നു. വിവിധ ആംഗിളിൽ നിന്നും വിവിധ കാഴ്ചപ്പാടിൽ നമ്മളത് മനസ്സിലാക്കി എന്നതുകൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. അന്നേ ദിവസം തന്നെ ഞാൻ നാലാമത്തെയും അഞ്ചാമത്തെയും ന്യായവിധിയെ കുറിച്ച് ഒരു ചെറിയ ഹിന്റ് തന്നിട്ടാണ് ഞാൻ അന്ന് കഴിഞ്ഞ ആഴ്ചയിൽ ക്ലാസ് അവസാനിപ്പിച്ചത്. അത് കേട്ടവർക്ക് ഓർമ്മയുണ്ടായിരിക്കുമെന്ന് കരുതുന്നു. എങ്കിലും നാലാമത്തെ ന്യായവിധി വളരെ പഠിക്കേണ്ടതായ ഒരു ന്യായവിധിയാണ്. നമ്മള് അത് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം കൂടിയാണ്. നാലാമത്തെ ന്യായവിധിയെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം മുമ്പോട്ട് പോകുവാനായിട്ടാണ് ഞാൻ ഇന്ന് രാത്രിയിൽ ആഗ്രഹിക്കുന്നത്. നാലാമത്തെ ന്യായവിധി എന്ന് പറയുന്നത് അത് ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പിലാണ്. ആ ഭാഗം ഞാൻ നാലാമത്തെ ന്യായവിധിയെ കുറിച്ച് ഞാൻ വിവരിക്കേണ്ട യാതൊരു കാര്യവുമില്ല. കാരണം നമ്മുടെ ഈ ടോപ്പിക്ക് തന്നെ കഴിഞ്ഞ അനേക ആഴ്ചകളായി നാം പഠിച്ചുകൊണ്ടിരിക്കുന്നതായ ടോപ്പിക് എന്ന് പറയുന്നത്
എൻഡ് ടൈം പ്രൊഫസീസ് എന്ന് പറയുന്നതായ ടോപ്പിക്കാണ്. ആ എൻഡ് ടൈം പ്രൊഫസീസിൽ 19 സംഭവങ്ങൾ ഉണ്ടാകും എന്നുള്ള കാര്യം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ ആരംഭത്തിങ്കിൽ ആ ന്യായാസനത്തിൽ ആ ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കുന്നതായ നമ്മൾക്ക് നാം ചെയ്ത ശരീരത്തിലിരിക്കുമ്പോൾ നാം ചെയ്തതായ പ്രവൃത്തിക്കനുസരിച്ചുള്ളതായ പ്രതിഫലം വിഭാഗിക്കപ്പെടുമെന്ന് നമ്മൾ പഠിച്ചു. അപ്പോ ആ 4-ാമത്തെ നാം നമ്മൾ 7 ന്യായവിധി എന്നുള്ളതായ വിഷയത്തിൽ 4-ാമത്തെ ന്യായവിധി എന്ന് പറയുന്നത് വിശുദ്ധന്മാർ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പ് നിൽക്കുമ്പോൾ വിശുദ്ധന്മാർക്ക് ലഭിക്കുന്നതായ ന്യായവിധിയാണ്. ആ ന്യായവിധിയെ കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അത് ശിക്ഷാവിധിക്കുള്ളതായ ന്യായവിധിയല്ല, പിന്നെയോ അത് നമ്മൾക്ക് പ്രതിഫലം വിഭാഗിക്കപ്പെടുന്നതായ ഇടമാണ്. വിശുദ്ധന്മാര് മാത്രമേ ആ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പിൽ ഉണ്ടായിരിക്കുകയുള്ളൂ. ആ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പിൽ നാം നിൽക്കുമ്പോൾ സന്തോഷത്തോടു കൂടി ആയിരിക്കാം നമുക്കൊരു പക്ഷേ നിൽക്കുവാൻ കഴിയുന്നത്. കാരണം കർത്താവ് നമ്മെ ഏൽപ്പിച്ചതായ കൃപയ്ക്കൊത്തവണ്ണം കർത്താവിന് വേണ്ടി നാം പ്രവർത്തിച്ചിട്ടുണ്ട് എങ്കിൽ ആ പ്രവൃത്തിക്കനുസരിച്ച് നമ്മുടെ വലിയവനായ കർത്താവിങ്കിൽ നിന്ന് പ്രതിഫലം നമ്മുടെ കൈകളിലേക്ക് തരുമ്പോൾ ഭയങ്കരമായ സന്തോഷം നമുക്ക് നേരിടുവാനായിട്ടിടയായിട്ട് തീരും. പ്രൈസ് ദി ലോർഡ്. ഇന്നലെ ഞങ്ങളുടെ 2ാമത്തെ കൊച്ചുമോടെ ഗ്രാജുവേഷൻ ആയിരുന്നു. അത് കേൾക്കുമ്പോൾ എനിക്ക് ചിരിയാണ്. ലോവർ കിൻഡർ ഗാർഡനിൽ 1 വർഷം പോയി അവിടെ പോയി കളിച്ചതിന്റെ പ്രതിഫലം എന്ന വണ്ണം ഒരു ഗ്രാജുവേഷൻ ആണ്. LKGയിൽ നിന്നുള്ളതായ ഗ്രാജുവേഷൻ. പ്രൈസ് ദി ലോർഡ്. ആ ഗ്രാജുവേഷന് നിൽക്കുമ്പോ ഒരു സർട്ടിഫിക്കറ്റ് കുഞ്ഞിന്റെ കയ്യിലോട്ട് കൊടുക്കുമ്പോ കുഞ്ഞിന്റെ ചിരി ഒന്ന് കാണണമായിരുന്നു. എന്തോ ഒരു ചിരിയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കുഞ്ഞിന് അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കുമ്പോ ഉള്ളത്തിൽ അങ്ങനെ ഒരു സന്തോഷവും പ്രത്യക്ഷത്തിൽ ആ വലിയ ചിരിയുമാണ് മുഖത്ത് തെളിഞ്ഞതെങ്കിൽ വലിയവനായ കർത്താവിന്റെ മുമ്പിൽ നിൽക്കുന്നതായ നമ്മൾക്ക് ലക്ഷോപലക്ഷം വിശുദ്ധന്മാരുടെ മുമ്പിൽ വെച്ച് പത്രോസ്, യാക്കോബ്, യോഹന്നാൻ മുതലായ അപ്പോസ്തലന്മാർ അടങ്ങുന്നതായ ലക്ഷോപലക്ഷം വിശുദ്ധന്മാരുടെ മുമ്പിൽ വെച്ച് നമുക്ക് പ്രതിഫലം കർത്താവ് നമ്മുടെ കയ്യിലേക്ക് തരുവാനിടയായാൽ അതിന്റെ സന്തോഷം എത്ര വലുതായിരിക്കും. അതുകൊണ്ട് കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുവാൻ ഇപ്പോൾ കിട്ടുന്ന അവസരം നമ്മൾ ഉപയോഗിച്ചോണം. അത് അവസരം എപ്പോഴും ലഭിക്കുകയില്ല. അവസരം നമുക്ക് കർത്താവാണ് തരുന്നത്. ആ അവസരം അത് പാട്ടുപാടാനായാലും പ്രാർത്ഥിപ്പാനായാലും പ്രസംഗിക്കാനായാലും സാക്ഷ്യം പറയാനായാലും എന്തിനെന്ന് പറഞ്ഞാലും പ്രൈസ് ദി ലോർഡ്, കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുവാൻ ഇപ്പോ കിട്ടുന്ന അവസരം വളരെ ഭാഗ്യമുള്ളതാണ്. അത് നാം ആ അവസരം ഉപയോഗിക്കണം. എന്തിനാണെന്ന് ചോദിച്ചാൽ ഈ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പ് നിൽക്കുമ്പോൾ ലഭിക്കുന്നതായ പ്രതിഫലം അത് വളരെ വലുതാണ്. അത് വളരെ സന്തോഷദായകമാണ്. വളരെ അഭിമാനം നമുക്ക് തരുന്നതാണ്. നാം മുഖാന്തരം കർത്താവിന്റെ നാമം മഹത്വപ്പെടുന്നതായ വിലപ്പെട്ട നിമിഷങ്ങളാണത്. അതിനുവേണ്ടി നാം ഒരുങ്ങണം എന്ന് പറഞ്ഞ് ഞാൻ ആ 4-ാമത്തെ ന്യായവിധി മാറുകയാണ്. പ്രൈസ് ദി ലോർഡ്. 5-ാമത്തെ ന്യായവിധി എന്ന് പറയുന്നത് പ്രൈസ് ദി ലോർഡ് അത് ഈ ഭൂമിയിൽ നടക്കുന്നതായ ന്യായവിധിയാണ്. ഈ ഭൂമിയിൽ നടക്കുന്നതായ ന്യായവിധിയുടെ പ്രത്യേകത പ്രൈസ് ദി ലോർഡ് അത് കർത്താവിന്റെ രഹസ്യപരത സഭയെ ചേർത്തതിന് ശേഷം ഭൂമിയുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുവാൻ വരുന്നതായ എതിർ ക്രിസ്തുവിന്റെ ഭരണകാലത്ത് നടക്കുന്ന മഹാപീഡനമാണ് പ്രൈസ് ദി ലോർഡ്. വരുവാനിരിക്കുന്നതായ ആ
അഞ്ചാമത്തെ ന്യായവിധി എന്ന് പറയുന്നത്. അഞ്ചാമത്തെ ന്യായവിധി യഹൂദന്മാർക്കുള്ളതായ മഹാപീഡന കാലമാണ്. പ്രൈസ് ദി ലോർഡ്. അത് വളരെ വിശദമായിട്ടാണ് നാം വെളിപ്പാട് പുസ്തകം പഠിച്ചത് എന്ന് ഓർക്കുമല്ലോ. ചില നാളുകൾക്ക് മുമ്പ് വെളിപ്പാട് പുസ്തകം നമുക്ക് പഠിക്കുവാനുള്ളതായ ഭാഗ്യം കർത്താവ് നൽകി. പ്രൈസ് ദി ലോർഡ്. ദൈവം സഹായിച്ചാൽ ഇപ്പോ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നതായ വേദഭാഗത്തോട് ചേർന്ന് തന്നെ അന്ത്യകാലത്ത് സംഭവിപ്പാനിരിക്കുന്നതായ ആ ടോപ്പിക് തീരുന്നതിന് മുമ്പ് തന്നെ 19 കൂട്ടം കാര്യങ്ങൾ സ്വർഗത്തിലും ഭൂമിയിലുമായി ദൈവസഭയോടുള്ളതായ ബന്ധത്തിൽ നടക്കുമ്പോൾ ഈ ലോകത്ത് നടക്കുവാനിരിക്കുന്നതായ 31 കൂട്ടം കാര്യങ്ങൾ പഠിക്കുവാനായിട്ടുണ്ട് വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായ മേജർ പോർഷൻ എന്ന് പറയുന്നത് ആ 31 വിഷയങ്ങളിൽ ഉൾപ്പെടുന്നതായ മഹാപീഡന കാലമാണ്. ആ മഹാപീഡന കാലം ദൈവത്തിന്റെ ന്യായവിധി അത് ആർക്ക് വേണ്ടിയാണ്? അത് പ്രധാനമായും ഈ ഭൂമിയിൽ ശേഷിച്ചിരിക്കുന്നതായ ദൈവത്തിന്റെ ജനമെന്നറിയപ്പെടുന്ന യഹൂദജാതിക്ക് വേണ്ടിയാണ്. ശ്രദ്ധിക്കണം, ആ സമയത്ത് നാം അടങ്ങുന്ന പുതിയ നിയമസഭ ഭൂമിയിൽ ഉണ്ടായിരിക്കുക ഇല്ല. അതുകൊണ്ട് അഞ്ചാമത്തെ ന്യായവിധി എന്നറിയപ്പെടുന്ന മഹാപീഡന കാലത്തിൽ ദൈവസഭയിൽ ഉൾപ്പെടുന്ന നാമുമായിട്ട് ബന്ധമില്ലാത്തതായ ഒരു ന്യായവിധിയാണ് അഞ്ചാമത്തെ ന്യായവിധി. പ്രൈസ് ദി ലോർഡ്. അതിൽ അനേക കാര്യങ്ങളുണ്ട് എങ്കിലും ഹല്ലേലൂയ, ആ ന്യായവിധിയുടെ പ്രധാനപ്പെട്ടതായ കാരണം എന്ത് എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ ന്യായവിധിയിൽ നിന്ന് മുമ്പോട്ട് പോകുവാൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ അഞ്ചാമത്തെ ന്യായവിധി എന്താണ്? ഭൂമിയുടെ മേൽ ചൊരുവാനിരിക്കുന്നതായ ദൈവക്രോധമായ ആന്റി ക്രൈസ്റ്റിന്റെ ഭരണകാലത്ത് യഹൂദന്മാർക്ക് വേണ്ടി നിയമിച്ചിരിക്കുന്ന മഹാപീഡന കാലമാണ്. അതിനെക്കുറിച്ച് ദൈവത്തിന്റെ വചനം പറയുന്നത് യാക്കോബിന്റെ കഷ്ടകാലമെന്നാണ്. യാക്കോബിന്റെ കഷ്ടകാലം. പ്രൈസ് ദി ലോർഡ്. യഹൂദ ജനത്തിന് വരുന്നതായ ആ മഹാപീഡനം സ്ഥലം, ആ മഹാപീഡനത്തിന്റെ സ്ഥലം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, യെരുശലേമും അതിനോട് ബന്ധപ്പെട്ടതായ സമീപദേശവുമാണ്. മെയിൻലി ഇസ്രയേലും ഈ മിഡിൽ ഈസ്റ്റിൽ ഉൾപ്പെടുന്നതായ രാജ്യങ്ങളുമായിരിക്കും ആ മഹാപീഡന കാലത്തിന്റെ സെന്റർ എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ആ മഹാപീഡന കാലം അല്ലെങ്കിൽ യഹൂദന്മാർക്ക് ന്യായവിധി വരുവാനുള്ളതായ കാരണം മാത്രമേ ഞാൻ ഇതിനകത്ത് പറയുന്നു. എന്താണ് യഹൂദന്മാർക്ക് ഈ ന്യായവിധി വരാൻ കാരണം? ഈ ന്യായവിധി ആർക്ക് വേണ്ടിയാണ്? യഹൂദന്മാർക്ക് വേണ്ടിയാണ് ന്യായവിധി വരുവാൻ കാരണം. പ്രൈസ് ദി ലോർഡ്. പിതാവായ ദൈവത്തെയും പുത്രനായ ക്രിസ്തുവിനെയും പരിശുദ്ധാത്മാവാം ദൈവത്തെയും അവർ വിവിധ കാലഘട്ടങ്ങളിൽ തിരിച്ചു കളയുവാനായിട്ടിടയായി. ശ്രദ്ധിക്കണം, പ്രൈസ് ദി ലോർഡ്. ദൈവിക തൃത്വമായ പിതാവായ ദൈവത്തെ അവർ തിരസ്കരിച്ചു, പുത്രനായ കർത്താവിനെ അവർ തിരസ്കരിച്ചു, പരിശുദ്ധാത്മാവാം ദൈവത്തെ അവർ തിരസ്കരിച്ചു. ഇത് ഒന്നിച്ചല്ല തിരസ്കരിച്ചത്, വിവിധ കാലഘട്ടങ്ങളിലായി വിവിധ സാഹചര്യങ്ങളിലാണ് അവർ ഈ ദൈവിക തൃത്വത്തെ ത്യജിപ്പാനായിട്ടിടയായിട്ട് തീർന്നത്. പ്രൈസ് ദി ലോർഡ്. എപ്പോഴൊക്കെയാണ്? ഒന്നാമത് ദൈവിക തൃത്വത്തിൽ ഒന്നാമതായിരിക്കുന്നതായ പിതാവായ ദൈവത്തെ ത്യജിച്ചു കളഞ്ഞതായ സന്ദർഭം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. എപ്പോഴാണ് പിതാവായ ദൈവത്തെ അവർ തിരസ്കരിച്ചത്? ഹല്ലേലൂയ. അത് പിതാവായ ദൈവം തന്നെ അവരെ നോക്കി പറയുവാനിടയായി തീർന്ന ഒരു സന്ദർഭം നമുക്ക് കാണുവാനായിട്ട് കഴിയും. മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വന്ന് നമുക്കറിയാം. മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വന്ന് ചെങ്കടൽ കടന്ന് മരുഭൂമിയിൽ കൂടെ 40 വർഷം യാത്ര ചെയ്ത് യോർദാന്റെ തീരത്ത് വന്നു. യോർദാൻ വിഭാഗിക്കപ്പെട്ട് അവർ എരിഹോ സമഭൂമിയിലേക്ക് പ്രവേശിച്ചു. എരിഹോ സമഭൂമിയിൽ അവർ ആയിരുന്നപ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി
അവർക്ക് വേണ്ടി വെളിപ്പെട്ടു. എരിഹോ മതിൽ കടന്ന് അവർ വാഗ്ദത്ത നാട് കൈവശമാക്കി. യോശുവ വാഗ്ദത്ത നാട് ഇസ്രായേൽ ഗോത്രങ്ങൾക്ക് വിഭാഗിച്ചു കൊടുത്തു. 110 വയസ്സുള്ളവനായി യോശുവ മരിച്ചു കഴിഞ്ഞപ്പോ ജനത്തെ നയിപ്പാൻ ആരും ഇല്ലാതെ വന്നു. അതുകൊണ്ട് ജനം അവർക്ക് തോന്നിയതുപോലെ നടക്കുവാൻ, ബോധിച്ച വഴി അവർ നടക്കുവാനായിട്ടിടയായി. അതുകൊണ്ട് തന്നെ അവർ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് മാറിപ്പോകുവാനായിട്ടിടയായി. പ്രൈസ് ദി ലോർഡ്. സമയാസമയങ്ങളിൽ അവർ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് അവർ മാറിപ്പോകുമ്പോ ദൈവം അവരെ ശത്രുക്കൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നതായി നമുക്ക് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ പഠിക്കുവാനായിട്ട് കഴിയും. അങ്ങനെ അവർ ശത്രുക്കളുടെ കയ്യിൽ, ശത്രുരാജ്യങ്ങൾ, ജാതീയ രാജാക്കന്മാരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ട് കഴിയുമ്പോ അവർ ഇസ്രായേൽ മക്കളെ എന്ത് ചെയ്യും? പീഡിപ്പിക്കും, അടിമകളാക്കി അവരെ വല്ലാതെ ദണ്ഡിപ്പിക്കും. കഷ്ടത അധികമാകുമ്പോ അവർ അവരുടെ ദൈവമായ യഹോവയുടെ മുഖത്തേക്ക് നോക്കി അവർ നിലവിളിപ്പാനായിട്ടിടയായി. അങ്ങനെ മുഖത്തേക്ക് നോക്കി നിലവിളിക്കുമ്പോ യഹോവയായ ദൈവം ജനത്തോട് മനസ്സലിഞ്ഞ് അവർക്ക് രക്ഷകന്മാരെ എഴുന്നേൽപ്പിക്കും. ആ രക്ഷകന്മാരാണ് ന്യായാധിപന്മാർ എന്ന് നമ്മൾ വിളിക്കുന്നതായ ജനത്തെ ദൈവത്തിന്റെ വഴിയിൽ കൂടെ നടത്തുവാനായിട്ട് നിയോഗിക്കപ്പെട്ടതായ ഭരണാധികാരികൾ. ഒന്നാമത്തെ ന്യായാധിപൻ നമുക്കറിയാം ഒത്നിയേലാണ്. അതേ തുടർന്ന് ന്യായാധിപന്മാർ പലപ്പോഴായി ഏതാണ്ട് 300 വർഷത്തിനിടയ്ക്ക് അനേക ന്യായാധിപന്മാർ എഴുന്നേൽക്കുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. ഒടുവിലത്തെ ന്യായാധിപനായി നാം വായിക്കുന്നത് പ്രവാചകനായ ശമൂവേലായിരുന്നു നമുക്കറിയാം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ശമൂവേലിന്റെ സമയത്ത് ശമൂവേൽ ന്യായപാലനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജനം എന്ത് ചെയ്തു? ജാതികളിലേക്ക് നോക്കുവാനായിട്ടിടയായി. അവർ ശമൂവേലിനോട് വന്ന് പറഞ്ഞു, പ്രൈസ് ദി ലോർഡ്, ഞങ്ങളെ ഭരിക്കുവാൻ ജാതികളെ പോലെ ഞങ്ങൾക്കൊരു രാജാവിനെ നിയമിച്ചു തരണം. പ്രൈസ് ദി ലോർഡ്. അതുവരെ ഒരു രാജാവിനെ നിയമിക്കാമെന്നോ ഒരു രാജാവ് നിയമിക്കപ്പെടുമെന്നോ ഉള്ള കാര്യം ആരോട് പറഞ്ഞിട്ടില്ലായിരുന്നു? ഇസ്രായേൽ ജനത്തോട് പറഞ്ഞിട്ടില്ലായിരുന്നു. ഇസ്രായേൽ ജനം ജാതികളിലേക്ക് നോക്കി, അവരുടെ സമീപത്തുള്ളതായ രാജ്യങ്ങളിലേക്ക് നോക്കി. അവരെ ഭരിക്കുന്നത് ഓരോരോ രാജാക്കന്മാരാണെന്ന് അവർ മനസ്സിലാക്കി. അവരോടുമായിട്ട് താരതമ്യം ചെയ്തു. താരതമ്യം ചെയ്തപ്പോ അവര് പറഞ്ഞു, ജാതികൾക്ക് ന്യായപാലനം ചെയ്യുവാൻ രാജാക്കന്മാരുണ്ട്, അതുകൊണ്ട് ജാതികളെ പോലെ ഞങ്ങൾക്കും ഒരു രാജാവിനെ വാഴിച്ചു തരണം. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിക്കണമേ, ചില വർഷങ്ങൾക്ക് മുമ്പ് അവർ മരുഭൂമിയിലായിരുന്നപ്പോ അവരെ കുറിച്ചൊരു സാക്ഷ്യം പറഞ്ഞതാണ് ആര്? ബിലയാം ഒരു സാക്ഷ്യം പറഞ്ഞു. ബിലയാം പറഞ്ഞതായ സാക്ഷ്യം ഇതാണ്: പ്രൈസ്, ഇതാ തനിച്ചു പാർക്കുന്നു ഒരു ജനം, ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നതുമില്ല. അതാണ് അവരെ കുറിച്ച് പറഞ്ഞതായ സാക്ഷ്യം. അന്ന് അവർ ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല എന്ന നല്ല സാക്ഷ്യം പ്രാപിച്ചവർ വർഷങ്ങൾ കഴിഞ്ഞപ്പോ ഞങ്ങളും ജാതികളെ പോലെ ആയിത്തീരേണ്ടതിന് ഞങ്ങൾക്കൊരു രാജാവിനെ വാഴിച്ചു തരണമെന്ന് അവർ പറയുവാനായിട്ടിടയായി. പ്രൈസ് ദി ലോർഡ്. ദൈവജനത്തിന്റെ ആരംഭം എന്ന് പറയുന്നത് ഒരുപക്ഷെ ശ്രേഷ്ഠമായിരിക്കാം. ഒരു ദൈവ പൈതലിന്റെ ആയാലും ഒരു സഭയുടെ ആയാലും ആരംഭം എന്ന് പറയുന്നത് ശ്രേഷ്ഠമായിരിക്കാം. പക്ഷേ കാലങ്ങൾ മാറുമ്പോ, കാലങ്ങൾ മുന്നോട്ട് പോകുമ്പോ, പ്രൈസ് ദി ലോർഡ്, അവരുടെ ആറ്റിറ്റ്യൂഡിൽ നിന്ന്, അവരുടെ ക്യാരക്ടറിൽ നിന്ന് വ്യതിയാനം വരുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്നെ കേൾക്കുന്നതായ ദൈവജനമായ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ ഉൾപ്പെടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പ്രൈസ് ദി ലോർഡ്, കാലം മാറുന്നതിനനുസരിച്ച്, നമ്മുടെ സ്ഥാനം മാറുന്നതിനനുസരിച്ച്, നമ്മുടെ രീതി മാറുന്നതിനനുസരിച്ച്, സൊസൈറ്റി മാറുന്നതിനനുസരിച്ച് നമ്മുടെ ദൈവവുമായിട്ടുള്ളതായ ആറ്റിറ്റ്യൂഡ് മാറുവാൻ പാടില്ല. പ്രൈസ് ദി ലോർഡ്. ആറ്റിറ്റ്യൂഡ് മാറിയാൽ എന്ത് സംഭവിക്കും? ആറ്റിറ്റ്യൂഡ് മാറിയാൽ, ദൈവവുമായിട്ടുള്ളതായ ആറ്റിറ്റ്യൂഡ് മാറിയാൽ ദൈവസന്നിധിയിൽ നിന്ന് അന്യപ്പെടുവാനായിട്ടിടയായിട്ട് തീരും.
പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോ ജാതികളെ പോലെ ഞങ്ങൾക്കും ഒരു രാജാവിനെ വാഴിച്ചു തരണമെന്ന് ആരോട് പറഞ്ഞു? ഒടുവിലത്തെ ന്യായാധിപനായിരുന്ന പ്രവാചകനായ ശമൂവേലിനോട് വന്ന് പറയുവാനായിട്ടിടയായി. ശമൂവേലിന് ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഭയങ്കരമായ പ്രയാസമുണ്ടായി. താനാണ് യഹോവയായ ദൈവം പറഞ്ഞതനുസരിച്ച് അവർക്ക് ന്യായപാലനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജനം വന്ന് പറയുകയാണ്, നീ ഞങ്ങളെ ന്യായപാലനം ചെയ്തത് മതി, ഇനി ഞങ്ങൾക്ക് എന്ത് വേണം? ന്യായാധിപനെ ആവശ്യമില്ല, ഞങ്ങൾക്ക് ഒരു രാജാവിനെ വാഴിച്ചു തരണം, ജാതികളെ പോലെ. പ്രൈസ് ദി ലോർഡ്. അത് ആ സംഭവം നമുക്ക് ശമൂവേലിന്റെ പുസ്തകത്തിൽ നിന്ന് വായിക്കാം. ശമൂവേലിന്റെ 1-ാം പുസ്തകം, ഫസ്റ്റ് ശമൂവേൽ ചാപ്റ്റർ 8 വേഴ്സ് 7. ഹന്ന ഒന്ന് വായിച്ചാട്ടെ. ഫസ്റ്റ് ശമൂവേൽ ചാപ്റ്റർ 8 വേഴ്സ് 7. 8 വേഴ്സ് 6 ഉം 7 ഒന്ന് വായിച്ചാൽ. But the thing displeased Samuel when they said, "Give us a king to judge us." So Samuel prayed to the Lord, and the Lord said to Samuel, "Heed the voice of the people in all that they say to you, for they have not rejected you, but they have rejected me, that I should not reign over them." വായിച്ചട്ടെ. 6 രാജാവിനെ തരണമെന്ന് അവർ പറഞ്ഞ കാര്യം ശമൂവേലിന് അനിഷ്ടമായി. ശമൂവേൽ യഹോവയോട് പ്രാർത്ഥിച്ചു. യഹോവ ശമൂവേലിനോട് അരുളിച്ചെയ്തതെന്നാൽ, ജനം നിന്നോട് പറയുന്ന സകലത്തിലും അവരുടെ അപേക്ഷ കേൾക്ക. അവർ നിന്നെയല്ല, ഞാൻ അവരെ ഭരിക്കാതെ വേണം എന്നെയാകുന്നു ത്യജിച്ചിരിക്കുന്നത്. അതാരാ പറഞ്ഞത്? യഹോവയായ ദൈവമാണ് പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. ശമൂവേലിനോടൊന്ന് പറഞ്ഞു. ശമൂവേലിന് വലിയ വിഷമമായി, വലിയ അനിഷ്ടമായി, വലിയ വിഷമമായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശമൂവേൽ എന്ത് ചെയ്തു? ദൈവസന്നിധിയിൽ ഇരുന്നു. ഞങ്ങളെ ഭരിക്കേണ്ടതിന് രാജാവിനെ തരണമെന്ന് അവർ പറഞ്ഞ കാര്യം ശമൂവേലിന് അനിഷ്ടമായി. ശമൂവേൽ യഹോവയോട് പ്രാർത്ഥിച്ചു. യഹോവ ശമൂവേലിനോട് അരുളിച്ചെയ്തെന്നാൽ, ജനം നിന്നോട് പറയുന്ന സകലത്തിലും അവരുടെ അപേക്ഷ കേൾക്ക. അവർ നിന്നെയല്ല, അവരെ ഭരിക്കാതെ വണ്ണം എന്നെയാകുന്നു ത്യജിച്ചിരിക്കുന്നത്. ഞാൻ അവരെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ച നാൾ മുതൽ ഇന്നുവരെ അവർ എന്നെ ഉപേക്ഷിച്ചും അന്യദൈവങ്ങളെ സേവിച്ചും കൊണ്ട് എന്നോട് ചെയ്തതുപോലെ നിന്നോടും ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവർ എന്നെ ത്യജിച്ചത് കൊണ്ട് ജനത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുവാൻ ശമൂവേലിനോട് പറയുകയാണ്. അപ്പൊ ഒന്നാമത് പിതാവായ ദൈവത്തെ, തൃത്വത്തിൽ ഒന്നാമനായ പിതാവായ ദൈവത്തെ അവർ ത്യജിച്ചു കളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത് പുത്രനായ കർത്താവിനെ അവർ ത്യജിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതെപ്പോഴാണ്? പ്രൈസ് ദി ലോർഡ്. വർഷങ്ങൾ അനവധി കഴിഞ്ഞു, നൂറ്റാണ്ടുകൾ കഴിഞ്ഞു. അവരെ വീണ്ടെടുക്കുവാൻ ദൈവപുത്രനായ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നു. അവരുടെ ഇടയ്ക്ക് സ്വർഗരാജ്യം സ്ഥാപിക്കുവാൻ വന്നതാ. പ്രൈസ്. അവരുടെ രാജാവായിട്ട് വന്നതാ, രാജാവായിട്ട് പിറന്നതാണ്, രാജാവായി തീരുവാനായിട്ടാണ് യേശു ക്രിസ്തു ഭൂമിയിൽ വന്നത്. പക്ഷേ അവരെന്ത് ചെയ്തു? ആ രാജാവിനെ അവർ തിരസ്കരിപ്പാനിടയായി. വായിക്കാൻ നമുക്ക് ബുക്ക് ഓഫ് ലൂക്ക് ചാപ്റ്റർ 23 വേഴ്സസ് 17. ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായം 17-ാമത്തെ വാക്യം. അന്ന വായിച്ചോട്ടെ. Book of Luke, chapter 17, chapter 23, verses 17. For it was necessary for him to release one to them at the Next verse. And they cried out. For they all cried out at once, saying, "This man and release to us Barabbas." ഇവനെ നീക്കിക്കളക, ബർബാസിനെ വിട്ടുതരിക എന്ന് എല്ലാവരും കൂടെ നിലവിളിച്ചു. ഇവനെ നീക്കിക്കളക, ബർബാസിനെ വിട്ടുതരിക എന്ന് എല്ലാവരും കൂടെ നിലവിളിച്ചു. ആരെ തിരസ്കരിച്ചു? തൃത്വത്തിൽ രണ്ടാമനായ പുത്രനെയും അവർ തിരസ്കരിച്ചു. പ്രൈസ് ദി ലോർഡ്. പിതാവായ ദൈവത്തെ തിരസ്കരിച്ചു, പുത്രനായ കർത്താവിനെ തിരസ്കരിച്ചു. ഇനി നമുക്ക് പരിശുദ്ധാത്മാവിനെയും അവർ തിരസ്കരിച്ചു എന്ന്
ദൈവത്തിന്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രൈസ് ദി ലോർഡ്. വരാം നമുക്ക് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 7-ാം അധ്യായം 51-ാമത്തെ വാക്യം വായിച്ചാട്ടെ. അപ്പോസ്തലരുടെ പുസ്തകം 7-ാം അധ്യായം 51-ാമത്തെ വാക്യം. You stiff-necked and unconfused in the Holy Spirit as the fathers did, so do you. Praise the Lord. ശാഠ്യക്കാരും ഹൃദയത്തിനും ചെവിക്കും പരിച്ഛേദന ഇല്ലാത്തവരുമായുള്ളവരെ, നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ തന്നെ നിങ്ങളും എല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവിനോട് മറുത്തു നിൽക്കുന്നു. You stiff-necked and uncircumcised in heart and ears, you do always resist the Holy Ghost as your fathers did, so do you. Praise the Lord. ശാഠ്യക്കാരും ഹൃദയത്തിനും ചെവിക്കും പരിച്ഛേദന ഇല്ലാത്തവരുമായുള്ളവരെ, നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ തന്നെ നിങ്ങളും എല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവിനോട് മറുത്തു നിൽക്കുന്നു. സന്ദർഭം നമുക്കറിയാം. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ സ്വർഗാരോഹണ ശേഷം സഭ വലുതാൻ തുടങ്ങി കഴിഞ്ഞപ്പോ മേശമേൽ ശുശ്രൂഷിപ്പാൻ ചിലരെ അപ്പോസ്തലന്മാർ തിരഞ്ഞെടുത്തു. അതിൽ പ്രമുഖനായ സ്തേഫാനോസ് കൃപയും ശക്തിയും നിറഞ്ഞവനായി ജനത്തിന്റെ ഇടയിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിപ്പാനായിട്ടിടയായി. പ്രൈസ് ദി ലോർഡ്. ഒടുവിൽ അവനെ വിചാരണ ചെയ്യുവാനായിട്ട് യഹൂദന്മാർ തീരുമാനിച്ചു. വിചാരണയ്ക്കായി നിർത്തിയപ്പോൾ അവൻ പ്രസംഗിച്ചതായ പ്രസംഗമാണ് അപ്പോസ്തലന്മാരുടെ പുസ്തകം 7-ാം അധ്യായം. ആ 7-ാം അധ്യായത്തിൽ ഇസ്രായേലിന്റെ ചരിത്രം മുഴുവനും സ്തേഫാനോസ് പറയുവാനായിട്ടിടയായി. ദൈവം അവരെ നടത്തിയത്, ദൈവത്തെ അവർ തിരസ്കരിച്ചത്, ദൈവവചനത്തെ അവർ പിന്തള്ളിയത്, കർത്താവായ യേശുക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞത് എല്ലാം പറഞ്ഞിട്ട് പ്രൈസ് ദി ലോർഡ് ആ ജനത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ജനം സ്തേഫാനോസിനെതിരെ പല്ല് കടിച്ചുകൊണ്ട് എഴുന്നേൽക്കുവാനിടയായി. ഒടുവിൽ സ്തേഫാനോസ് വിളിച്ചു പറയുകയാണ്, ശാഠ്യക്കാരും ഹൃദയത്തിനും ചെവിക്കും പരിച്ഛേദന ഇല്ലാത്തവരുമായുള്ളവരെ, നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ തന്നെ നിങ്ങളും എല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവിനെയും മറുത്തു നിൽക്കുന്നു. അപ്പോ ചില ദിവസങ്ങൾക്ക് മുമ്പ് മർക്കോസിന്റെ മാളിക മുറിയിൽ ഇറങ്ങി വന്നതായ പരിശുദ്ധാത്മാവിനെയും പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയെയും വിശ്വസിക്കുവാൻ കഴിയാതെ വണ്ണം ആ പരിശുദ്ധാത്മാവിന്റെ ആലോചനയ്ക്കെതിരെ, പരിശുദ്ധാത്മാവ് പറയുന്ന ശബ്ദത്തിനെതിരെ, ആ ദൈവവചനത്തിനെതിരെ എതിർത്ത് നിൽക്കുന്നത് കൊണ്ട് സ്തേഫാനോസിൽ കൂടെ ദൈവത്തിന്റെ വചനം പുറത്തു വരികയാണ്. അവർ പരിശുദ്ധാത്മാവിനെയും തള്ളിക്കളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ടാണ് യഹൂദന്മാർക്ക് ന്യായവിധി വരുവാൻ കാരണം? പിതാവായ ദൈവത്തെയും പുത്രനായ ക്രിസ്തുവിനെയും പരിശുദ്ധാത്മാവാൻ ദൈവത്തെയും അവർ വിവിധ കാലഘട്ടങ്ങളിലായി ദൈവത്തെ പരിപൂർണമായി തള്ളിക്കളഞ്ഞത് കൊണ്ടാണ് അവരുടെ മേൽ ന്യായവിധി വരുന്നത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. കർത്താവ് പറഞ്ഞു, പ്രൈസ് ദി ലോർഡ്, പാപത്തിന്റെ കഠിനതയല്ല നമ്മുടെ ന്യായവിധിക്ക്, ലോകത്തിന്റെ ന്യായവിധിക്ക് കാരണമായി തീരുന്നത്. പിന്നെന്താണ്? ലോകം പാപത്താൽ നിറഞ്ഞതാണ്. പക്ഷേ ആ പാപത്തിന്റെ പെരുമയല്ല, പിന്നെന്താണെന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്, വെളിച്ചമായി ഒരുവൻ ലോകത്തിലേക്ക് വന്നു. പ്രൈസ് ദി ലോർഡ്. ആ വെളിച്ചമായി വന്നവനെ വെളിച്ചമായി അംഗീകരിക്കാതെ വെളിച്ചത്തെ തള്ളിക്കളഞ്ഞ് ഇരുട്ടിനെ സ്നേഹിച്ചത് കൊണ്ടാണ് ന്യായവിധി വരുവാൻ കാരണമെന്ന് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു. യിരെമ്യാ പ്രവചനം വായിക്കുമ്പോൾ അവിടെ ഇസ്രായേലിനെ നോക്കി യിരെമ്യാ വിളിച്ചു പറയുന്നൊരു കാര്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. വെള്ളമുള്ള കിണറായ എന്നെ അവർ തള്ളിക്കളഞ്ഞിട്ട് അവർ പൊട്ടക്കിണർ, വെള്ളമില്ലാത്ത പൊട്ടക്കിണർ അവർ തിരഞ്ഞെടുത്തു എന്ന് അവരെ നോക്കി പറയുവാനായിട്ടിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ പറയാം, ദൈവത്തെ ദൈവമെന്ന് അംഗീകരിച്ചുകൊണ്ട് ദൈവത്തിന്റെ വചനത്തെ പൂർണ്ണമായി അനുസരിക്കുന്നില്ല എന്ന കാരണത്താലാണ് ഹല്ലേലൂയ ദൈവത്തിന്റെ ന്യായവിധിയുടെ അളവ് മനുഷ്യന്റെ മേൽ കുറയുവാനും ഇടയായിട്ട് തീരുന്നത്. അതുകൊണ്ട് ന്യായവിധിയിൽ നിന്ന് ഒഴിവാകണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ദൈവവചനത്തെ അംഗീകരിച്ചുകൊണ്ട്
ദൈവവചനത്തെ പൂർണ്ണമായി അനുസരിപ്പാൻ ഏൽപ്പിച്ചു കൊടുത്തു കഴിയുമ്പോൾ മാത്രമേ ന്യായവിധിയിൽ നിന്ന് നമുക്ക് ഒഴിവുള്ളവരാകുവാൻ കഴിയുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ദൈവം കാലാകാലങ്ങളിലായി ഇടപെട്ടതായ ദൈവിക ഇടപെടലുകളെയും ദൈവവചനത്തെയും യഹൂദന്മാർ മനസ്സോടെ നിരാകരിച്ചു കളഞ്ഞതുകൊണ്ട് എന്ത് സംഭവിച്ചു? അവർക്ക് ന്യായവിധി അവരുടെ മേൽ വരുവാനായിട്ടിടയായി. അതാണ് അഞ്ചാമത്തെ ന്യായവിധി. അത് യഹൂദന്മാരുടെ മേലുള്ളതായ ന്യായവിധി. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം മുതൽ 4-ാം അധ്യായം മുതൽ നമുക്കത് കാണുവാനായിട്ട് കഴിയും. ആരംഭം 6 മുതലാണെന്ന് നമുക്ക് വായിക്കുമ്പോൾ 1-ാമത്തെ മുദ്ര പൊട്ടിക്കുന്നത് മുതൽ ന്യായവിധിയുടെ ആരംഭം കടന്നു വരികയാണ്. പ്രൈസ് ദി ലോർഡ്. ഇത്രയും പറഞ്ഞ് ഞാൻ ആ ന്യായവിധിയെയും വിടുകയാ. ഹല്ലേലൂയ. 6-ാമത്തെ ന്യായവിധി എന്ന് പറയുന്നത് നാം ആൾറെഡി പഠിച്ചു കഴിഞ്ഞു. അത് രാഷ്ട്രങ്ങളുടെ മേലുള്ളതായ ന്യായവിധിയാണ്. പ്രൈസ് ദി ലോർഡ്. തേജസ്സിന്റെ സിംഹാസനം വെച്ച് രാജ്യങ്ങളെ ന്യായം വിധിക്കുന്നത് നാം ചില ആഴ്ചകൾക്ക് മുമ്പ് വിശദമായി പഠിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് 6-ാമത്തെ ന്യായവിധി എന്ന് പറയുന്നത് ഏതാണ്? യെരുശലേമിൽ കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷതയ്ക്ക് ശേഷം ഒലിവുമലയിൽ ദൂതന്മാരും വിശുദ്ധ സഭയുമായി വന്ന് യെരുശലേം ആസ്ഥാനമാക്കി കർത്താവ് ഭരിക്കുന്നതിന് വേണ്ടി വെക്കുന്നതായ സിംഹാസനമാണ് തേജസ്സിന്റെ സിംഹാസനം. ആ തേജസ്സിന്റെ സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നതായ ജനത്തെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചതാണ്. ആ രാഷ്ട്രങ്ങളെ, അതായത് ഭൂമിയിൽ അന്നുള്ളതായ രാഷ്ട്രങ്ങളെയെല്ലാം ന്യായവിധിക്കായി കർത്താവിന്റെ സിംഹാസനത്തിന് മുമ്പിൽ കൂട്ടിവരുത്തുമ്പോൾ അവരെ ചെമ്മരിയാടുകളായും കോലാടുകളായും ഇടത്തേക്കും വലത്തേക്കുമായി ഇടത്തേക്കുമായി അതിനെ വേർതിരിക്കും. വലത്തുള്ളതായ ചെമ്മരിയാടുന്നത് പോലെ മാറ്റി നിർത്തിയതായ അവരെ നോക്കിയിട്ട് പറയും, പ്രൈസ് ദി ലോർഡ്, നിങ്ങൾ എന്റെ രാജ്യത്തിലേക്ക് പ്രവേശിപ്പി. കാരണം ഈ ചെറിയവരിൽ ഒരുവന് നിങ്ങൾ ചെയ്തത് എനിക്ക് ചെയ്തതിന് തുല്യമാണ്. അവരെ കരുതുകയും അവരെ പോറ്റുകയും അവരെ സഹായിക്കുകയും ചെയ്തത് കൊണ്ട് നിങ്ങൾ എന്നോടുകൂടെ ഹല്ലേലൂയ രാജ്യത്തിൽ അംശികളാകണമെന്ന് പറഞ്ഞ് അവരെ വലത്തുള്ളവരെ തന്റെ രാജ്യത്തിലേക്ക് മാറ്റി നിർത്തുമ്പോ ഇടത്തുള്ളവരെ ഹല്ലേലൂയ ആ യാതനാ സ്ഥലത്തേക്ക് തള്ളിക്കളയുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. 6-ാമത്തെ ന്യായവിധി എന്ന് പറയുന്നത് ജാതികൾക്കുള്ളതായ ന്യായവിധിയാണ്. ആ ന്യായവിധിയിലും നാം ഭാഗവാക്കല്ല എന്നുള്ള കാര്യം ഹല്ലേലൂയ നാം പഠിച്ചതായതുകൊണ്ട് ഞാൻ ആ വിഷയം തൊടുന്നില്ല. ദൈവത്തിന് സ്തോത്രം. ഈ 7-ാമത്തെ ന്യായവിധിയിലേക്കാണ് ഞാൻ വരുന്നത്. ഹല്ലേലൂയ. ആ 7 ന്യായവിധികളിൽ ഒടുവിലത്തെയും 7-ാമത്തേതുമായ ന്യായവിധി എവിടെയാണ് എന്ന് നമുക്ക് വെളിപ്പാട് പുസ്തകത്തിൽ കാണുവാനായിട്ട് കഴിയും. ഇതിന്റെയൊക്കെ സീക്വൻസ് മറന്നു പോകരുത്. ന്യായവിധി എന്ന് പറഞ്ഞു വരുമ്പോ ന്യായവിധിയുടെ സീക്വൻസ്, അതിന്റെ ക്രമം വിട്ടു കഴിഞ്ഞാൽ ആകെ താറുമാറായി പോകും. അതുകൊണ്ട് ന്യായവിധിയുടെ ക്രമം ഞാൻ പറഞ്ഞതുപോലെ ആ ക്രമത്തിനനുസരിച്ച് വരണം. ഒടുവിലത്തെ ന്യായവിധിയാണ് പ്രൈസ് ദി ലോർഡ് 7-ാമത്തെ ന്യായവിധി. ആ ന്യായവിധി ആർക്ക് വേണ്ടിയാണ്? മരിച്ചുപോയ എല്ലാ ദുഷ്ടന്മാർക്ക് വേണ്ടിയുമാണ്. ഈ ന്യായവിധി എപ്പോഴാ നടക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. നമ്മള് സഹസ്രാബ്ദ വാഴ്ചയെ കുറിച്ച് ചില ആഴ്ചകൾക്ക് മുമ്പ് പഠിച്ചു. കർത്താവ് ആ തേജസ്സിന്റെ സിംഹാസനം യെരുശലേമിൽ വെച്ചിട്ട് എന്ത് ചെയ്യും? ഈ ഭൂമിയെ 1000 വർഷം ഭരിക്കുമെന്ന് നമ്മൾ പഠിച്ചു. 1000 വർഷത്തിന്റെ ഒടുവിൽ സാത്താനെ അല്പനേരത്തേക്ക് അഴിച്ചുവിടുമെന്ന് നമ്മൾ ചിന്തിച്ചു. ആ അഴിച്ചുവിടുമ്പോ സാത്താൻ എന്ത് ചെയ്യും? ഭൂമിയുടെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റം വരെ കടന്നു പോകും. ചെന്നിട്ട് ജാതികളെ എല്ലാവരെയും കർത്താവിനെതിരായി, കർത്താവിന്റെ ജനത്തിനുമെതിരായിട്ട് അവരെ വശീകരിക്കും. അങ്ങനെ അവസാനത്തെ യുദ്ധം ഉണ്ടാകും. ആ യുദ്ധമാണ് ഗോഗ് മാഗോഗ് യുദ്ധം എന്ന് പറയുന്നത്. ആ യുദ്ധത്തോടുകൂടെ പ്രൈസ് ദി ലോർഡ് ഭൂമിയുടെ അവസാനമാകും.
ആ യുദ്ധത്തിന്റെ ഒടുവിലാണ് ഈ ന്യായവിധി വെളിപ്പെടുന്നത്, അല്ലെങ്കിൽ ആ യുദ്ധത്തിന് ശേഷമാണ്. എന്ന് പറഞ്ഞാൽ 1000 വർഷത്തെ ഭരണത്തിന് ശേഷം, സഹസ്രാബ്ദ വാഴ്ചയ്ക്ക് ശേഷം വരുന്നതായ ന്യായവിധിയാണ് അന്ത്യന്യായവിധി. പ്രൈസ് ദി ലോർഡ്. അത് ഭൂമി തീ കൊണ്ട് ശുദ്ധീകരിക്കുന്ന വേളയിലാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ആ വേദഭാഗത്തേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുവരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമുക്ക് വെളിപ്പാട് പുസ്തകത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരാം. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 11 മുതൽ 15 വരെയുള്ളതായ വാക്യങ്ങൾ ഈ അന്ത്യന്യായവിധിയുടെ വേദഭാഗമാണ്. പ്രൈസ് ദി ലോർഡ്. ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 20 വേഴ്സസ് 11 to 15. ഞാൻ വലിയൊരു വെള്ളസിംഹാസനവും അതിൽ ഒരുത്തൻ ഇരിക്കുന്നതും കണ്ടു. അവന്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി, അവയെ പിന്നെ കണ്ടില്ല. മരിച്ചവർ ആകാലവൃദ്ധം സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നതും കണ്ടു. പുസ്തകങ്ങൾ തുറന്നു. ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു. പുസ്തകങ്ങളിൽ എഴുതിയിരുന്നതിന് ഒത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്കടുത്ത് ന്യായവിധി ഉണ്ടായി. സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തികൾക്കടുത്ത വിധി ഉണ്ടായി. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക, രണ്ടാമത്തെ മരണം, ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഇതാണ് അന്ത്യന്യായവിധിയുടെ പശ്ചാത്തലം. പ്രൈസ് ദി ലോർഡ്. അപ്പോ അത് മുഴുവനും പറയുവാനായിട്ട് എന്റെ മുമ്പ് സമയമില്ല. ജസ്റ്റ് ആ ഇൻട്രോഡക്ഷൻ മാത്രം പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. ഭൂമിയിലുള്ളതായ ആ ന്യായവിധി അതിന്റെ മഹാപീഡന കാലമെല്ലാം കഴിഞ്ഞതിന് ശേഷം, പ്രൈസ് ദി ലോർഡ്, അവസാനത്തെ യുദ്ധമായ ഗോഗ് മാഗോഗ് യുദ്ധം നടന്നതിന് ശേഷം എന്താ സംഭവിക്കുക? ഭൂമി തീ കൊണ്ട് ശുദ്ധീകരിക്കപ്പെടും. അപ്പോ അതുവരെ 1000 വർഷം ഈ ഭൂമിയിൽ ആരൊക്കെ ഉണ്ടായിരിക്കും? കർത്താവിന്റെ ഭരണസമയത്ത് ഭരണാധികാരികളായി നാം ഉണ്ടായിരിക്കും. ഭരിക്കപ്പെടുവാനായിട്ട് ദൈവത്തിന്റെ ജനമായ യഹൂദന്മാർ ഉണ്ടാകും. മാത്രമല്ല പ്രജകളായിട്ട് ആരുണ്ടാകും? പ്രജകളായി വലതുവശത്തേക്ക് സിംഹാസനത്തിൽ ഇരുന്നതായ കർത്താവ് ആ ജാതികളെ ന്യായം വിധിച്ച് വലതുവശത്തേക്ക് മാറ്റിയതായ സാധാരണ മനുഷ്യരുമുണ്ടാകും. ആ മനുഷ്യരെന്ത് ചെയ്യും? യഹൂദന്മാരും മനുഷ്യരും, പ്രൈസ് ദി ലോർഡ്, സാധാരണ മനുഷ്യരും വംശവർദ്ധന ഉണ്ടായി അവര് വർദ്ധിച്ച് പെരുകുവാനായിട്ടിടയാകും. പ്രൈസ് ദി ലോർഡ്. അവർ വർദ്ധിച്ച് പെരുകുവാനായിട്ടിടയാകും. ദേശം മുഴുവനും, ഭൂമി മുഴുവനും മനുഷ്യരെ കൊണ്ട് നിറയും. നമുക്കറിയാം ആ സമയത്ത് മരണമില്ല, പക്ഷേ ജനനം നടന്നുകൊണ്ടേയിരിക്കും. ദൈവത്തിന്റെ ഭരണകാലത്ത് ഉള്ളതായ കാര്യങ്ങളൊക്കെ സഹസ്രാബ്ദ വാഴ്ചയിൽ വിശദമായി ചിന്തിച്ചതായത് കൊണ്ട് ഞാനത് ഇനിയും പറയേണ്ട കാര്യമില്ല. പ്രൈസ് ദി ലോർഡ്. ഒടുവിൽ എന്താ സംഭവിക്കുക? ഒടുവിൽ കർത്താവിന്റെ വെള്ള സിംഹാസനം വെളിപ്പെടുന്നതായ ആ സമയം ഉണ്ട്. ഒടുവിലത്തെ ന്യായവിധിയുടെ സമയം. ആ ന്യായവിധിയുടെ സമയത്ത് യോഹന്നാൻ കാണുന്ന കാര്യമാണ്, ഞാൻ വലിയൊരു വെള്ള സിംഹാസനവും അതിന്റെ പുറത്ത് ആ വെള്ളസിംഹാസനവും അതിൽ ഒരുത്തൻ ഇരിക്കുന്നതും കണ്ടു. അവന്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി, അവയെ പിന്നെ കണ്ടില്ല. അപ്പൊ അതിനു മുമ്പ് സംഭവിക്കുന്ന ഒരു കാര്യം, പ്രൈസ് ദി ലോർഡ്, ഭൂമി മുഴുവൻ ശപിക്കപ്പെട്ടതായ ഭൂമി. ഇപ്പൊ നമ്മൾ വസിക്കുന്നതായ ഭൂമി ശപിക്കപ്പെട്ടതായ ഭൂമിയാണ്. ആ ഭൂമിക്ക് ഒരു ചെറിയൊരു മാറ്റമുണ്ടാകും. ആ മാറ്റമാണ് സഹസ്രാബ്ദ വാഴ്ചയിൽ എയ്ദമിക് വേൾഡിൽ ഉണ്ടായിരുന്ന അതേ ഭൂമിയുടെ അവസ്ഥയിലേക്ക് മാറ്റപ്പെടുന്നത്. പക്ഷേ ഭൂമിയുടെ ആത്യന്തികമായ ഒരു മാറ്റം വരികയില്ല. അത് ശപിക്കപ്പെട്ട നിലയിൽ തന്നെ നിൽക്കുകയാണ്. എന്നാൽ ആ ശപിക്കപ്പെട്ടതായ ഭൂമി ഒടുവിലായി എന്ത് ചെയ്യും? അത് മാറ്റപ്പെടുന്നതായ ഒരു അനുഭവം നമുക്ക് പത്രോസിന്റെ ലേഖനത്തിൽ വായിപ്പാനായിട്ട് കഴിയും. നമുക്ക് പത്രോസിന്റെ ലേഖനത്തിലേക്ക് ഒന്ന് വരാം. പത്രോസിന്റെ 2-ാം ലേഖനം 3-ാം അധ്യായം 5 മുതൽ 7 വരെയുള്ളതായ വാക്യങ്ങളിൽ പത്രോസ് അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ഭാഗം ഒന്ന് വായിക്കാം. പത്രോസിന്റെ 2-ാം ലേഖനം
3-ാം അധ്യായം 5 മുതൽ 7 വരെയുള്ളതായ വാക്യം. ആകാശവും വെള്ളത്തിൽ നിന്നും വെള്ളത്താലും ഉളവായ ഭൂമിയും പണ്ട് ദൈവത്തിന്റെ വചനത്താൽ ഉണ്ടായി എന്നും അതിനാൽ അന്നുള്ള ലോകം ജലപ്രളയത്തിൽ മുങ്ങി നശിച്ചു എന്നും ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും അതേ വചനത്താൽ തീക്കായി സൂക്ഷിച്ചും ന്യായവിധിയും ഭക്തികെട്ട മനുഷ്യരുടെ നാശവും സംഭവിക്കാനുള്ള ദിവസത്തേക്ക് കാത്തുമിരിക്കുന്നു എന്നും അവർ മനസ്സോടെ മറന്നുകളയും. Praise the Lord. അപ്പൊ ഇപ്പോഴുള്ളതായ ഭൂമിയുടെ അവസ്ഥ എന്താണ് എന്ന് പത്രോസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ആകാശവും ഭൂമിയും അതേ വചനത്താൽ തീക്കായി സൂക്ഷിച്ചും ന്യായവിധിയും ഭക്തികെട്ട മനുഷ്യരുടെ നാശവും സംഭവിപ്പാനുള്ള ദിവസത്തേക്ക് കാത്തുമിരിക്കുന്നു എന്ന് അവർ മനസ്സോടെ മറന്നു കളയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പത്രോസ് രേഖപ്പെടുത്തുന്ന മറ്റൊരു ഭാഗമുണ്ട്. ഭൂമിയും അതിലുള്ള സകലതും മൂലപദാർത്ഥങ്ങൾ വെന്ത് അഴിയുമെന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് കാണുന്നതായ സകലതും അതിന്റെ ആറ്റംസായി അല്ലെങ്കിൽ മോളിക്യൂൾസ് അതിന്റെ ആറ്റംസായി വേർതിരിക്കപ്പെടുവാനായിട്ടിടയാകും. എല്ലാ മൂലപദാർത്ഥങ്ങളും കത്തി അഴിയും. പ്രൈസ് ദി ലോർഡ്. ഭൂമി മുഴുവനും ഒരു തീ ജ്വാലയായിട്ട് മാറ്റപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഭൂമിയിലുള്ളതായ സകലതും നശിക്കും. ഭൂമി ചുരുക്കി പറഞ്ഞാൽ തീ കൊണ്ട് ഭൂമി വിശുദ്ധീകരിക്കപ്പെടും. ആ ഭൂമി ഇനിയും കാണപ്പെടുകയില്ല എന്നാണ് വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ആ വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിച്ചത് ഹല്ലേലൂയ, വെള്ള സിംഹാസനം വെളിപ്പെടും. ഞാൻ വലിയൊരു വെള്ള സിംഹാസനവും അതിൽ ഒരുത്തൻ ഇരിക്കുന്നതും കണ്ടു. അവന്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി. ഭൂമി ഇല്ല, ആകാശം ഇല്ല. പിന്നെ ആ സിംഹാസനം എവിടെ വെക്കുമെന്ന് ചോദിക്കും. പ്രൈസ് ദി ലോർഡ്. ആ സിംഹാസനം ഹല്ലേലൂയ പല ഭാഷ്യമുണ്ട്. അത് സ്പേസിലായിരിക്കും, അല്ലെങ്കിൽ അത് വേറെ ഏതെങ്കിലും ഗൃഹത്തിലായിരിക്കും എന്നൊക്കെ പല ഭാഷണങ്ങളുണ്ട്. എങ്കിലും ആ സിംഹാസനം എവിടെ വെക്കുന്നു എന്ന് വേദപുസ്തകത്തിൽ നമുക്ക് വ്യക്തമായ അറിവില്ലാത്തത് കൊണ്ട് അത് നാം അറിയേണ്ടതായ കാര്യം അല്ല, അത് ആ സമയത്ത് അറിയേണ്ട കാര്യമാണ് എന്നതുകൊണ്ട് എവിടെ വെക്കും എന്നുള്ള കാര്യം, അല്ലെങ്കിൽ ആ സിംഹാസനം എവിടെ വെക്കും എന്നുള്ളത് നമ്മുടെ ചിന്താ വിഷയമല്ല. അത് നമുക്ക് മാറ്റിക്കളയുന്നതായിരിക്കും നല്ലത്. ഏതായാലും ആ വലിയൊരു വെള്ള സിംഹാസനം യോഹന്നാൻ കാണുകയാണ്. ആ വെള്ള സിംഹാസനത്തിൽ ന്യായാധിപനായി ഒരുവൻ ഇരിപ്പുണ്ട്. ആ വെള്ള സിംഹാസനത്തിൽ ഇരിക്കുന്ന ന്യായാധിപൻ ആരാണ്? പ്രൈസ് ദി ലോർഡ്. അത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവാണ്. കാരണം സകല ന്യായവിധിയും പിതാവായ ദൈവം പുത്രനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് എന്ന് ദൈവത്തിന്റെ വചനം പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആ വെള്ള സിംഹാസനത്തിൽ വയോധികനായ ഒരുവൻ ഇരിക്കുന്നു എന്ന് ദാനിയേൽ കണ്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അനേകം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വരുവാനിരിക്കുന്നതായ ആ കാര്യത്തെക്കുറിച്ച് ദാനിയേലിന് വെളിപ്പെട്ടത് തന്നെ യോഹന്നാനും അന്ത്യകാലത്തത് വെളിപ്പെടുവാനായിട്ടിടയായി. ആ സിംഹാസനം വെളിപ്പെടുമ്പോ ആ സിംഹാസനത്തിന് മുമ്പിലേക്ക് ആരാ വരുന്നത്? മരിച്ചവർ ആബാലവൃദ്ധം സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നത് യോഹന്നാൻ കണ്ടു. പുസ്തകങ്ങൾ തുറന്നു. ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു. പുസ്തകങ്ങളിൽ എഴുതിയിരുന്നതിനൊത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്കടുത്ത ന്യായവിധി ഉണ്ടായി. എന്താ വായിച്ചത്? മരിച്ചവർ ആബാലവൃദ്ധം. ആദം മുതൽ മരിച്ചതായ സകലമാന പേരും ആ സിംഹാസനത്തിന് മുമ്പിൽ വരും എന്ന് പറഞ്ഞിരിക്കുകയാണ്. പക്ഷേ അതിൽ ഒഴിവുള്ളവരുണ്ട്. ആരാ ഒഴിവുള്ളവർ? വെള്ള സിംഹാസനത്തിന് മുമ്പിൽ നാം ഒരിക്കലും നിൽക്കേണ്ടവരല്ല. ദൈവജനം, പ്രൈസ് ദി ലോർഡ്, അവർ രൂപാന്തരപ്പെട്ട ശരീരത്തോടുകൂടെ ഈ ഭൂമി കത്തിയഴിയുന്നതിന് തൊട്ട് മുമ്പ് ഉണ്ടായിരുന്ന സകല ദൈവജനവും രൂപാന്തരപ്പെട്ട ശരീരത്തോടുകൂടെ കർത്താവിനോടുകൂടെ ഭൂമിയിലായിരുന്നതായ ദൈവത്തിന്റെ ജനവും
അന്നേ നാള് ഭൂമിയിലുണ്ടായിരുന്നതായ യഹൂദജാതിയും കർത്താവിനോട് ഒരുമിച്ച് ഭൂമിയിൽ ഉണ്ടായിരിക്കുന്നതായ നീതിമാന്മാർ എല്ലാവരും ആ ഭൂമി കത്തിയഴിയുന്നതിന് മുമ്പ് സ്വർഗത്തേക്ക് മാറ്റപ്പെടും. പ്രൈസ് ദി ലോർഡ്. നാം അപ്പോൾ ഈ ഭൂമി കത്തിയഴിയുമ്പോൾ നാം എവിടെയായിരിക്കും? നാം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനോടുകൂടെ സ്വർഗത്തിലായിരിക്കും. പ്രൈസ് ദി ലോർഡ്. നാം സ്വർഗത്തിലായിരിക്കുമ്പോൾ ആദം മുതൽ ആ സമയം വരെ മരിച്ചതായ മറ്റ് ദുഷ്ടന്മാർ എല്ലാവരും ഒന്നൊഴിയാതെ ഉയർത്തെഴുന്നേൽക്കുവാനിടയായിട്ട് തരും. എങ്ങനെ മരിച്ചു എന്നുള്ളതൊരു വിഷയമല്ല. സാധാരണ മരണമായിരിക്കാം, അല്ലെങ്കിൽ ആത്മഹത്യയായിരിക്കാം, അല്ലെങ്കിൽ തീ കൊണ്ട് വെന്തതായിരിക്കാം, അല്ലെങ്കിൽ വെള്ളത്തിൽ മുങ്ങിച്ചത്തതായിരിക്കാം. പ്രൈസ് ദി ലോർഡ്. എങ്ങനെ മരിച്ചു എന്ന് പറഞ്ഞാലും ആ മരിച്ച രീതി ഒരു വിഷയമല്ല. മരിച്ചവർ ആബാലവൃദ്ധം ഉയർത്തെഴുന്നേറ്റ സിംഹാസനത്തിന് മുമ്പിൽ കാണുമെന്നുള്ളതാണ് പ്രത്യേകത. അവിടെ പറഞ്ഞിരിക്കുന്നത് ആകാശം തങ്ങളുടെ മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുക്കും, ഭൂമി അവരുടെ മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുക്കും, വെള്ളം അവരുടെ മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. എവിടൊക്കെ ധൂളിയായി പോയാലും ഏതാ മണ്ണിൽ എങ്ങനെയൊക്കെ അലിഞ്ഞു ചേർന്നു എന്ന് വന്നാലും പ്രൈസ് ദി ലോർഡ് ആ സമയത്ത് എല്ലാവരും ഉയർത്തെഴുന്നേറ്റ് വെള്ള സിംഹാസനത്തിന് മുമ്പിൽ വരും. ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. ആ സിംഹാസനത്തിന് മുമ്പ് നിൽക്കുന്ന ഒരു വലിയൊരു ജനം, എണ്ണിക്കൂടാതെ വണ്ണം നിൽക്കുന്ന വലിയ ഒരു ജനസമൂഹം. ആ സമൂഹത്തിന്റെ മുമ്പിൽ അവരാണ് നിൽക്കുന്നത്. വെള്ള സിംഹാസനത്തിന് മുമ്പ് നിൽക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. വെള്ള സിംഹാസനത്തിന് മുമ്പ് നിൽക്കുമ്പോൾ മെയിൻ ന്യായാധിപനായി കർത്താവായ യേശു ക്രിസ്തുവും അതിനോടൊരുമിച്ച് ഹല്ലേലൂയ കർത്താവിനോട് ചേർന്ന് അധികാരം പ്രാപിച്ചതായ നാമും അതിനോട് ചേർന്നതായ സിംഹാസനങ്ങളിൽ ഇരിപ്പിടമുറപ്പിക്കും. അപ്പൊ ഒരു വലിയ ന്യായാധിപ സംഘമാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് നേതൃത്വം കൊടുക്കുന്നതായ ഒരു വലിയ കോർട്ട്. ആ കോർട്ടിന്റെ പ്രധാന സിംഹാസനത്തിൽ നമ്മുടെ കർത്താവും തന്നോട് ചേർന്ന് അടുത്തുള്ളതായ സിംഹാസനങ്ങളിൽ തന്റെ വിശുദ്ധന്മാരും ഇരിക്കുവാനായിട്ടിടയാകും. ആ വിശുദ്ധന്മാരുടെ മുമ്പിൽ, ആ കോടതിയുടെ മുമ്പിൽ പ്രൈസ് ദി ലോർഡ് ആ മരിച്ചവർ ആബാലവൃദ്ധം വിറച്ചുകൊണ്ട് നിൽക്കുകയാണ് ഒരു വലിയ ന്യായവിധിയെ നേരിടുവാൻ. അന്ത്യന്യായവിധിയാണ്. ആ ന്യായവിധിയിൽ പ്രൈസ് ദി ലോർഡ് മുഖം നോക്കിയല്ല അവിടെ വിധി കൽപ്പിക്കുന്നത്. പൊക്കമോ വണ്ണമോ സൗന്ദര്യമോ നോക്കിയല്ല അവിടെ ന്യായവിധി കൽപ്പിക്കുന്നത്. ന്യായവിധി കൽപ്പിക്കുന്നതിന് എഴുതപ്പെട്ടതായ പുസ്തകങ്ങളുണ്ട്. ആ പുസ്തകങ്ങളുടെ വെളിച്ചത്തിലാണ്, പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നതിന് വെളിച്ചത്തിലാണ് എന്ത് ചെയ്യുന്നത്? ന്യായവിധി കൽപ്പിക്കുന്നത്. കുറഞ്ഞത് 3 പുസ്തകങ്ങൾ തുറക്കപ്പെടുമെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. ഏതൊക്കെയാണ് ആ 3 പുസ്തകങ്ങൾ? പ്രൈസ് ദി ലോർഡ്. ആ 3 പുസ്തകങ്ങളുടെ കാര്യം നമ്മൾ 12-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു. മരിച്ചവർ ആബാലവൃദ്ധം സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. പുസ്തകങ്ങൾ തുറന്നു. ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു. പ്രൈസ് ദി ലോർഡ്. 2 പുസ്തകങ്ങൾ. ഒന്ന് ദൈവത്തിന്റെ എഴുതപ്പെട്ടതായ തിരുവചനം. മലാക്കി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു സ്മരണയുടെ പുസ്തകം, ഓർമ്മയുടെ പുസ്തകം. 3 ഇവിടെ നമ്മൾ വായിക്കുന്നു ജീവന്റെ പുസ്തകം. എന്താണ് ഈ പുസ്തകങ്ങളുടെ പ്രത്യേകത? ഈ 3 പുസ്തകങ്ങൾ തുറക്കുന്നതിന്റെ പ്രത്യേകമായ ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം നമുക്ക് അടുത്ത ആഴ്ച ചിന്തിക്കാം. ഇപ്പോൾ സമയം തീർന്നത് കൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് കിടക്കുന്നില്ല. ആ വെള്ള സിംഹാസനത്തിന് മുമ്പിൽ തുറക്കപ്പെടുന്നതായ 3 പുസ്തകങ്ങളും അതേ തുടർന്ന് നടക്കുന്നതായ വിധിയും നമുക്ക് അടുത്ത ആഴ്ച ചിന്തിച്ച ടോപ്പിക് അവസാനിപ്പിക്കാം. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇപ്പോൾ നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. അന്ത്യന്യായവിധിയുടെ മുമ്പ് തേജസ്സിന്റെ സിംഹാസനത്തിന്റെ അടുക്കൽ നാം സന്തോഷത്തോടെ നിൽക്കുവാനിടയാകും. അതിനു മുമ്പ് നടക്കുന്നതായ യഹൂദന്മാരുടെ ന്യായവിധി നമുക്ക് ബാധകമല്ല. എന്നാൽ അതിനു മുമ്പ് നടക്കുന്ന ആ
ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പിലുള്ളതായ ന്യായവിധിയിൽ നാം നിൽക്കേണ്ടവരാണ്. പ്രതിഫലം വാങ്ങുവാൻ തയ്യാറായി സന്തോഷത്തോടെ ആ സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുവാൻ നമ്മെ കർത്താവ് സഹായിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ എന്റെ വാക്കുകളെ ചുരുക്കുന്നു. പ്രാർത്ഥിക്കാം.